എല്ലാവർക്കും നമസ്കാരം. ഞാനിന്ന് വന്നിട്ടുള്ളത് CJ ഫ്ലവർ മില്ലാണ്. ഇത് വൈത്തിരിയിലാണ്. അപ്പം അതിൻ്റെ ഓണേഴ്സാണ്. സാറിനൊന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യോ? എൻ്റെ പേര് ജോസഫ്, എൻ്റെ വൈഫാണ് ഷിജിനി. ഇവിടെ നമ്മൾ എന്തൊക്കെയാ ചെയ്യണേ? പൊതുവെ എന്ത് സാധനമാണോ അവർ കൊണ്ടിരുന്നത് അത് പൊടിച്ചു കൊടുക്കും. ധാന്യങ്ങളാണെങ്കിൽ അത് പൊടിച്ചു കൊടുക്കും, അരിയാണെങ്കിൽ അരി പൊടിച്ച് വറുക്കേണ്ടതാണെങ്കിൽ വറുത്ത് കൊടുക്കും. മല്ലിപ്പൊടി ഉണ്ട്, മുളക് പൊടിച്ചു കൊടുക്കാറുണ്ട്. നമ്മൾ ജോബ് വർക്ക് ചെയ്യുമ്പോഴേ പൊതുവെ മുളകും മല്ലി മഞ്ഞളൊക്കെ പൊടിക്കുമെന്ന് പറഞ്ഞല്ലോ. എന്തൊക്കെയാണ് അതിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ? അല്ലെങ്കിൽ അരി നനച്ചു കൊണ്ടുവരുമ്പോൾ അധികം വെള്ളം ഇല്ലാതെ കൊണ്ടുവരുന്നതാണ് പൊടിക്കാൻ എളുപ്പം. മറ്റേത് നനവ് കൂടി പോയി കഴിഞ്ഞാൽ മെഷീനിലൂടെ പുറത്തോട്ട് പോരാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. കാരണം നനവ് കൂടുമ്പോൾ അത് കട്ടയാവും. മെഷീന്റെ ഉള്ളിൽ കൂടെ കട്ട പിടിച്ചു കഴിഞ്ഞാൽ പിന്നെ അത് പോവില്ല. എങ്ങനെ ഇതിലോട്ട് എത്തിപ്പെട്ടത് ഈ ഫ്ലവർ മില്ല് ഈ ബിസിനസ്സിലോട്ട്? എന്നോട് ഒരു 5-6 വർഷങ്ങൾക്ക് മുമ്പേ ആളിതിനെ കുറിച്ച് പറയാൻ തുടങ്ങിയതാണ്. ഞാൻ സ്റ്റാർട്ട് ചെയ്തോ, ഞാൻ നിന്നോളാന്ന് ഞാൻ തന്നെ പറഞ്ഞു. അപ്പൊ അത് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞ പിന്നെ ഇപ്പൊ ഈ മുളകും മല്ലിയൊക്കെ ഇല്ലേ, അതൊക്കെ പൊടിപ്പിക്കുമ്പോഴേ എന്താ പ്രോസസ്സിംഗിൽ പോയി ഈ സമയം കൊണ്ട് കുറച്ച് പഠിച്ചിട്ടുണ്ടാവുമല്ലോ. നമ്മൾ ആദ്യമായിട്ടാണല്ലോ ചെയ്തിട്ടുണ്ടായിരുന്നേ. അപ്പൊ അതിലെന്തൊക്കെയാണ് മനസ്സിലായ കാര്യങ്ങൾ എന്നുള്ളതൊന്ന് പറയാൻ പറ്റുമോ? നമ്മള് ഒത്തിരി ഒന്നിച്ച് അതിന്റെ ഉള്ളിലേക്ക് ഇടാൻ പാടില്ല, കുറേശ്ശേ ഇടാൻ പാടുള്ളൂ. അല്ലെങ്കിൽ ബ്ലോക്ക് ആയി പോവും. മുളക് പൊടിക്കുമ്പോഴും അതുപോലെ മഞ്ഞൾ പൊടിക്കുമ്പോഴും ഗ്ലാസ് യൂസ് ചെയ്യുന്നത് നല്ലതാണ്. മുളകിന്റെ അരി തെറിക്കും ശരിക്കും അതിന്റെ ഉള്ളിൽ നിന്ന്. നമുക്ക് ശരിക്കും അനുഭവം ഉണ്ടായിട്ടുള്ളതാണ്. അതുപോലെ മഞ്ഞളിന്റെ പൊടി ശരിക്കും തിരിച്ചു വരും പൊടിയുന്നതിന്റെ ഇടയിൽ കൂടെ. കസ്റ്റമേഴ്സ് പൊതുവെ എങ്ങനെയാ ആവശ്യപ്പെടാറ്? എന്തെങ്കിലും പറയാറുണ്ടോ നമ്മൾ പൊടിച്ചു കൊടുക്കുമ്പോൾ ഫൈനസ് ഇനിയും വേണമെന്നോ? അല്ലെങ്കിൽ എല്ലാവർക്കും അത്യാവശ്യം നൈസ് നല്ല താല്പര്യത്തോടു കൂടിയാണ്. വന്നവരാരും ഇതുവരെ ഇഷ്ടപ്പെട്ടിട്ടില്ല എന്ന് പറഞ്ഞിട്ടില്ല. കാരണം ഓൾറെഡി അവർക്ക് 4 വേറെ വേറെ മെഷീൻ ആയതുകൊണ്ട് അവർക്ക് നല്ല താല്പര്യമാണ്. കാരണം ഒന്നിനോടൊന്ന് ജോയിന്റ് ആവുന്നില്ലല്ലോ. ഒന്ന് കാണുന്നവർക്ക് ആദ്യം അറിയാത്തവര് നമ്മളോട് പറയും, ചിലപ്പോൾ മുളക് ആരെങ്കിലും പൊടിച്ചാൽ മതി എന്ന് പറയുമ്പോൾ ഞങ്ങൾ പറയും നമുക്ക് 4 വേറെ വേറെ ആട്ടോ. എന്നാ പിന്നെ കുഴപ്പമില്ല എന്ന് പറയും. ആൾക്കാര് ഹാപ്പിയാണ്, അവർക്ക് സന്തോഷമാണ്. റോസ്റ്ററിൽ എന്തൊക്കെയാ ചെയ്തോണ്ടിരിക്കണേ ഈ മെഷീനില്? ഇപ്പൊ നമ്മൾ അരിപ്പൊടി മാത്രമേ വറക്കുന്നുള്ളൂ. അവലോസ് പൊടി വറക്കാറുണ്ട്. അവര് അരി കൊണ്ടുതരും നമുക്ക്. അരി കുതിർത്തിട്ട് അരിയും തേങ്ങ ചിരണ്ടി അതും കൊണ്ടുതരും. നമ്മൾ ഇവിടുത്തെ മെഷീൻ തന്നെ അത് പൊടിച്ചിട്ട് 2 മണിക്കൂർ നമ്മളിവിടെ പൊത്തി വെക്കും. ഓൾറെഡി നമ്മൾ തന്നെ പൊത്തി വെച്ചിട്ട് അത് വറുത്ത് അവർക്ക് കൊടുക്കാം. നമ്മളിപ്പോ ജോബ് വർക്ക് ചെയ്യുന്ന പറഞ്ഞല്ലോ, ബൾക്കായിട്ട് ജോബ് വർക്ക് ചെയ്ത് കൊടുക്കലുണ്ടോ? ഉണ്ട്. കാറ്ററിംഗ് സർവീസുകാർക്ക് കൊടുക്കാറുണ്ട്. കടയിൽ കച്ചവടം ചെയ്യുന്ന മുളക് മല്ലികള് ഷോപ്പുകളിലേക്ക് അവര് നമുക്ക് ബൾക്കായിട്ട് കൊണ്ടുവരാറുണ്ട്. അതുപോലെ ഗരം മസാല വലിയ ബൾക്കായിട്ട് സ്പൈസസ് കമ്പനി അവരിങ്ങനെ നടത്തുന്നവര് കൊണ്ടുവരാറുണ്ട്. ഇപ്പൊ ഈ റെസ്റ്റോറന്റുകാർക്ക് പുലർച്ചെ വേണ്ടി വന്ന ആ സമയത്ത് ഇന്ന് മോർണിംഗിൽ ഞങ്ങൾ 7 മണിക്ക് വന്ന് പൊടിച്ചു കൊടുത്തതാ. ആ മോർണിംഗിൽ അധികം വരുന്നത് നമുക്ക് കാറ്ററിംഗുകാരുടെ അരി മാത്രമാണ്. മറ്റവരൊന്നും മോർണിംഗിൽ വരാറില്ല. അത്രയും രാവിലെ ആവുമ്പോ ചേട്ടായി വന്ന് പൊടിച്ചു. സാറ് ഇതല്ലാണ്ട് വേറെ എന്തെങ്കിലും ചെയ്യുന്നുണ്ടോ? സർവീസ് സ്റ്റേഷന്റെ ബിസിനസ് ഉണ്ട്. ഇതിന്റെ കൂടെ മാഡത്തിന്റെ സൈഡിൽ കൂടെ സപ്പോർട്ട് ചെയ്യാണ്. സാറാസിനെ പറ്റി എന്താ തോന്നിയിട്ടുള്ളത്? നല്ല മെഷീനാണ്, നമുക്ക് വർക്ക് ചെയ്യാൻ പറ്റിയ മെഷീനാ, കുഴപ്പമൊന്നുമില്ല. അതുപോലെ റോസ്റ്റർ ഞങ്ങൾ രണ്ടുപേരും ഇടയ്ക്ക് പറയാനുള്ള ഒരു കാര്യമാണ്. കാരണം അതിലിട്ട് കഴിഞ്ഞാൽ നമ്മൾ സാധാരണ ഗ്യാസിൽ പണ്ട് വറുത്തോണ്ടിരുന്ന പോലെ നമുക്ക് നോക്കണ്ടേ വരാറില്ല. അത് ഓൾറെഡി അതിൻ്റെ ഉള്ളിൽ തന്നെ നമുക്ക് നമ്മുടെ പണി വേറെ എടുക്കാൻ പറ്റും. ഇതിന്റെ അകത്ത് എണ്ണ കട്ട പിടിക്കുക അങ്ങനത്തെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവാറുണ്ടോ? ഇല്ല. ഇതുവരെ നമ്മൾ ഈ 1 കൊല്ലത്തോളായിട്ട് റോസ്റ്റർ മെഷീൻ കൊണ്ട് നമുക്ക് യാതൊരു പ്രശ്നവും ഉണ്ടായിട്ടില്ല. സർവീസിന് എപ്പോഴെങ്കിലും ബുദ്ധിമുട്ട് തോന്നിയിട്ടുണ്ടോ? ഇല്ല. വെളിച്ചപാട് വന്ന് എല്ലാം ചെയ്തു കൊടുത്തതാണ്. ഇനി ഒരുപാട് പ്രൊഡക്റ്റ് ചെയ്യാൻ പറ്റട്ടെ. താങ്ക് യു സോ മച്ച്.